നിനക്ക് എന്താ ഇത്ര ഓർമ്മക്കുറവ്? നീ ഏത് ലോകത്താ നടക്കുന്നത്? ഇങ്ങനെ എത്ര പ്രാവശ്യം പറഞ്ഞതാ ഞാൻ. എന്നാ വിളിച്ച ഫോൺ എടുക്കാനായിട്ട് ഫോണും കൊണ്ടുപോകില്ല അവൻ. നീ വാട്ടോ, ഉച്ചയ്ക്ക് വാ, നല്ലോണം ഞാൻ പായസം കൂട്ടി ഉരുട്ടിത്തരാം. എന്റെ പൊന്നു മറന്നുപോയി. അതാ ചോദിച്ചു മലന്ന് പോണ എങ്ങനെയാന്ന്. നീ ഒരു സഹായം ചെയ്യണ്ട. നീ എന്ത് നിർത്താനായിട്ട്? ആ പിള്ളേര് വരുമ്പോ ഞാൻ എന്തെടുത്തിട്ട് കൊടുക്കും? ഞാൻ ആദ്യമായിട്ടാണോ ഇങ്ങനെ കടയിൽ പോയി എന്തെങ്കിലും മറന്നു വന്ന്? ആദ്യമായിട്ടാണോ? എന്ത്? എന്റെ പൊന്ന് കനക, നീ കേട്ടോണം. ഇവനെ ഞാനൊന്ന് കടയിൽ സാധനങ്ങൾ മേടിക്കാൻ പറഞ്ഞു വിട്ടു. ഇച്ചിരി മീനും പച്ചക്കറി. ആ ചുമ്മാ വിട്ടതല്ല, അതിവളുടെ കൂട്ടുകാരികൾ വന്ന അപ്പൊ അതുങ്ങൾക്ക് ഫിഷ് മോളി ഉണ്ടാക്കി കൊടുക്കണോന്ന് പറഞ്ഞു. എന്നിട്ട് ഇതേ വന്നേക്കുന്ന കൈയും വീശി കുറച്ച് പച്ചക്കറി മാത്രം മേടിച്ചോണ്ട്. ഇവൻ എന്താ ചിന്ത? ഇവൻ കള്ളിന്റെ കുപ്പിയായിരുന്നെങ്കിൽ ഇവൻ മറക്കും. അവൻ പറയാം മലന്ന് പോയി. പിന്നെ ഒന്നിന് വരെ രണ്ടെണ്ണം മേടിച്ചിട്ട് വന്നേനെ. ചുമ്മാണോ റോസ്മേരി ഇവനായിട്ട് പറയുന്നത്? എടീ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, എവിടെ കാര്യസ്ഥനാണടി? എവൻ എന്തിനാണ് ഈ സാധനം മേടിക്കാൻ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്? നിങ്ങൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നില്ലേ? നിങ്ങൾ ആരും മേടിച്ചൂടെ? അല്ല, അപ്പൊ വീട്ടിലൊരു ആവശ്യത്തിന് ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരെല്ലാം മേടിച്ചോണ്ട് വരേണ്ടത്. പല പല ആവശ്യത്തിന് നിങ്ങളൊക്കെ പോകുന്നുണ്ടല്ലോ വെളിയില്. നിങ്ങൾ എല്ലാവരും അവനെ കുറ്റപ്പെടുത്തും, അവൻ പണിക്ക് പോകുന്നില്ലെന്ന്. അവനോട് ചോദിക്കും, അവൻ പറഞ്ഞറിയാമോ? എന്നോട് ചേച്ചി പറഞ്ഞോട്ട് സാധനം മേടിക്കാൻ പറഞ്ഞോട്ടെന്ന് പറയും. അതാണ് കാര്യം. അതല്ലടാ, അല്ല അവൻ ഈ വീട്ടിൽ നിൽക്കുന്നല്ലോ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ്ടേ അവൻ? അമ്മ എന്നേരം അങ്ങനെയാണ് വേണ്ടത്. അതെ, നിന്റെ വർത്താനം കേട്ടാ തോന്നുന്നു ഞാൻ മാത്രമേ വിടുന്നുള്ളൂ. പിന്നെ നിന്റെ ഭാര്യ ഉണ്ടല്ലോ ലില്ലി, ദിവസത്തിൽ 56 പ്രാവശ്യം അവനെ വിടും കടയില്. എന്തെങ്കിലും പറഞ്ഞ ഉടനെ കൂട്ടി കെട്ടിക്കോളും. അവളോട് ചോദിച്ചാൽ പറയും ചേച്ചിയാണ് പറഞ്ഞു വിടുന്നത് പറയും. നിന്നോട് ചോദിച്ചാൽ പറഞ്ഞ അവളാണ് പറഞ്ഞു വിടുന്നത് പറയും. എന്തോടാ ഇത്? പിന്നെ പറഞ്ഞു നിങ്ങൾ പുറത്തു പോയി നിങ്ങൾക്ക് പഠിച്ചോടെ സാധനം. അതാ പറഞ്ഞ പുറത്ത് പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവനോടല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇവിടെ വീട്ടിൽ നടക്കട്ടെ ഇവിടെ. അതെ, ആഹാ, നാട്ടുകാർ നടക്കണോന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റെ വീട്ടിലെ ആളോട് ഞാൻ പറയും. അതിന് നിനക്ക് എന്താ? നീ വീട്ടിൽ കയറി പറയണം, ഞാനൊരു ഉന്നത പദവി ഇരിക്കുന്ന ആളാ. അയ്യോ, ഉന്നത പദവി എന്ന് പറഞ്ഞാൽ കളക്ടർ ഒന്നും അല്ലല്ലോ, മുഖ്യമന്ത്രിയല്ല. നീ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കാനായിട്ട് സൗകര്യമില്ല. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പറയും. നീ വീടിനകത്ത് പറയണേ. ഇല്ല, മനസ്സില്ല, ഇത് എന്റെ വീടാ. നീ അകത്തോട്ട് കയറിപ്പോ. ഒന്ന് നിർത്തി, ഞങ്ങള് ഒന്ന് നിർത്തി. അല്ലേ മീൻ വഴക്ക് ഇപ്പൊ കുടുംബ വഴക്കായിട്ട് മാറിയാ? അവൻ എന്തിനാ ഇവനെ ആരെയും ഇങ്ങോട്ട് വിളിച്ചത്? ഞാൻ അവനോട് പലതും പറയും. നിനക്ക് ആദ്യം പറയാനല്ലേ പറഞ്ഞത്? നീ പറയുമ്പോ അകത്തോട്ട് കയറിപ്പോ.